പ്രിയ സ്നേഹിതരെ, ഒരു പാത്രത്തിൽ വെള്ളമെടുത്താൽ അത് ആ പാത്രത്തിനകത്ത് ഇരിക്കുന്നിടത്തോളം സമയം ആ വെള്ളം നമുക്ക് ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം. കഴിഞ്ഞ ദിവസം ഒരു ചായ എടുത്തപ്പോൾ ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് ചായ ഒഴിച്ചപ്പോൾ കൈ തന്നെയിട്ട് ആ കപ്പിലുണ്ടായിരുന്ന ചായ മറ്റൊരു കപ്പിലേക്ക് ഒഴിക്കുന്നതിന് പകരം അത് ചുറ്റുപാടും എല്ലാം വീഴുവാനിടയായി. അത് എത്രത്തോളം സമയം എൻ്റെ നഷ്ടപ്പെടുത്തി എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അത് കപ്പിനകത്തോക്ക് തന്നെ വീണിരുന്നുവെങ്കിൽ ആ കപ്പിലുള്ള ചായ എനിക്ക് കുടിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ചുറ്റുപാടും വീണ് കഴിഞ്ഞപ്പോൾ അത് തെറിച്ചിടെല്ലാം പിന്നെ തുടച്ച് വൃത്തിയാക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ജോലിക്ക് പോകേണ്ടതിന് മുൻപ് ഉണ്ടായ ഒരു സംഭവമാണിത്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, ഏതൊരു കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയുമുണ്ട്. ഒരു കപ്പിനകത്ത് ഒരു ചായ ഇരുന്നാൽ അത് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. താഴെ വീണ് നേരം അവിടെ എല്ലാം ചിതറിയാൽ അത് എത്രത്തോളം അസഹനീയമായ നമ്മുടെ അധ്വാനം വേണ്ടി വരും എന്നൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നും, വളരെ അത് പ്രയാസമായി തോന്നും. ഇതേപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ അടുക്കിനും ചിട്ടയ്ക്കും ചെയ്യാൻ വേണ്ടി ഉള്ളതുണ്ട്. നമ്മളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രതീക്ഷിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അത് ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല എങ്കിൽ, അത് ചെയ്യരുതാത്ത രീതിയിൽ ചെയ്തുവെങ്കിൽ എത്രത്തോളം അത് നമുക്കും മറ്റുള്ളവർക്കും അസഹനീയത ഉണ്ടാക്കും എന്നുള്ളതും നാം മറന്നു പോകരുത്. നമ്മുടെ ഇടയിൽ വേദനിക്കുന്ന രോഗികളായിരിക്കുന്ന പലരുണ്ട്. അവരുടെയൊക്കെ പല സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമല്ലാതെ വേണ്ടതുവണ്ണം സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയാത്ത അനേകർ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ കണ്ടിട്ട് നാം കണ്ടില്ല എന്നടിക്കരുത്. സഹിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കാണുമ്പോൾ അവരോടൊരു മനസ്സലിവ് തോന്നേണ്ടത് ആവശ്യം. ഇതേപോലെ ദൈവവും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. താൻ ജനിപ്പിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ട സകല മനുഷ്യരെയും ദൈവം നോക്കുന്നുണ്ട്. സകല മനുഷ്യരുടെയും ചിന്തകളെയും വിചാരങ്ങളെയും വിഷമങ്ങളെയും നെടുവീർപ്പുകളെയും ഒക്കെ ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ചിതറിപ്പോയത്, അടുക്കി വെക്കുവാൻ കഴിയാതെ പോയത്, നേരെ ചൊവ്വെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ പോയത്, ജീവിത താളങ്ങൾ തെറ്റിപ്പോയവരും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയവരെയും ദൈവം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലട്ടെ. ദൈവമേ, എനിക്ക് അടുക്കിനും ചിട്ടയോടെയും വെക്കേണ്ട എൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തുവാൻ എനിക്ക് കഴിയാതെ പോയി. ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവങ്ങളായിരിക്കാം അതിനിടയാക്കിയത്, നിങ്ങളുടെ മുൻകാല ചെയ്തികളായിരിക്കും അതിനിടയാക്കിയത്, നിങ്ങളുടെ ചില ദൂഷ്യ സ്വഭാവങ്ങളായിരിക്കും അതിന് കാരണമായത്, നിങ്ങൾ ചില തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടതായിരിക്കാം. എങ്കിൽ അതിനെക്കുറിച്ച് ഒരു അനുതാപം നമുക്കുണ്ടാകട്ടെ. ചിട്ടയോടെ ചെയ്യുവാൻ കഴിയാതെ പോയതിനെ കുറിച്ചൊരു വിഷമം ഉള്ളത് ദൈവത്തോട് പറയാം. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ മുൻകാല ചെയ്തികൾ കൊണ്ട്, എൻ്റെ ചില പ്രവൃത്തികൾ കൊണ്ട്, എൻ്റെ ഇടപാട് കൊണ്ട്, ഞാൻ കള്ളത്തരങ്ങൾ ചെയ്തതുകൊണ്ട്, ഞാൻ വേണ്ടാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ട് ഞാൻ ഇന്ന് ദുഃഖിക്കുന്നു ദൈവമേ എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളവർ അത് ചെയ്യണം. കാരണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. ആര് അവരുടെ ദുഷ്ടപ്രവൃത്തികളെ, തെറ്റായ പ്രവൃത്തികളെ വിട്ടുകളഞ്ഞ് മടങ്ങി വരുമോ എന്ന് കാത്ത് നോക്കിയിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ ആ മകൻ മടങ്ങി വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ പോലെ ദൈവത്തെ വിട്ടകന്നു പോയ, ദൈവസ്നേഹത്തെ തള്ളിക്കളഞ്ഞ് ദൂരേക്ക് പോയ നാം മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു.
സ്നേഹിതനായ ദൈവം, സ്നേഹിക്കുന്ന ദൈവം, നീതിമാനായ ദൈവം നീതികേടിനെ കണ്ടിട്ട് കണ്ണടച്ച് കളയുകയല്ല, ദുഃഖിക്കുകയാണ്. മടങ്ങി വരാൻ താല്പര്യമുണ്ടോ? മടങ്ങി വരാം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങളൊക്കെ തെറ്റായ ദിശയിലേക്ക് വിടുവാൻ നാം അനുവദിക്കരുത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നാം പരിശീലിക്കണം. നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ നാം പരിശീലിക്കണം. ദൈവ അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവത്തിൽ നിന്ന് ഒരു നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ആഗ്രഹത്തോടെ ദൈവത്തിനടുക്കിലേക്ക് അനുതാപത്തോടെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇനി ഞാൻ നേരെ ജീവിക്കും, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കും എന്ന തീരുമാനത്തോടെ ദൈവത്തിനടുക്കൽ ചെല്ലാമെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിപ്പാൻ മതിയായവൻ, ഞാൻ നിങ്ങളെ സഹായിപ്പാൻ മതിയായവൻ, ഞാൻ നിങ്ങളെ രക്ഷിക്കുവാൻ മതിയായവൻ എന്ന് പറയുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ഉത്സാഹത്തോടെ തിടുക്കത്തോടെ ദൈവത്തിനടുക്കിലേക്ക് ചെല്ലാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.